എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് നമ്മളെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് അടുക്കള ടിപ്സ്, പൊടിക്കൈകൾ, നുറുങ്ങുകളെല്ലാം ആയിട്ടാണ് വന്നത്. നമ്മളിതാ കുറച്ച് കറിവേപ്പില പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒന്നുമില്ല ഒരു ബോട്ടിലിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഈ സ്റ്റീലിൻ്റെ ഡബ്ബേൻ്റെ അകത്താണ് ഇട്ട് വെക്കുക. ഇങ്ങനെ ഈ തണ്ടിൻ്റെ അകത്തുനിന്ന് ഇത് അടർത്തി മാറ്റുക. ഇതിങ്ങനെ അടർത്തി മാറ്റിയിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലായാലും കുഴപ്പമില്ല. കറിവേപ്പില എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മളെ ഭക്ഷണത്തിലായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. വയറ്റിലെ പുണ്ണ്, മുടിക്ക്, അങ്ങനെ എല്ലാ സംഭവത്തിനും ഈ കറിവേപ്പില ഒഴിച്ചു കൂടാൻ പറ്റാത്തത് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ പറിച്ച് സൂക്ഷിക്കുമ്പോൾ നമുക്ക് രാവിലത്തെ തിരക്കിൽ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. പോയിട്ട് പറിക്കാനോ അല്ലെങ്കിൽ പീടികയിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. പക്ഷേ അത് വേണ്ട, നമ്മളെടുക്ക തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ എത്രയും കാലം വേണമെങ്കിൽ പറിച്ച് സൂക്ഷിച്ചിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ തേങ്ങ ഇന്നിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ട്, നമ്മളിപ്പോൾ അധികം ആൾക്കാരും തേങ്ങ വാങ്ങുന്നതാണ്. അപ്പോൾ തേങ്ങ വാങ്ങുമ്പോൾ ഉണ്ടാവും തേങ്ങേൻ്റെ കണ്ണിൻ്റെ ഭാഗം നനവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചീത്തയായിട്ടുള്ള തേങ്ങയായിരിക്കും. അത് മാത്രമല്ല, പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം എടുത്ത് ഒരു മുറി എടുത്ത് ബാക്കി ഈ ഒരു മുറി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചീത്തയായിപ്പോൾ ഒന്നുമില്ലൊരു ചുവപ്പ് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറെല്ലാം വരും. അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയുപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഇങ്ങനെ തേങ്ങേൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ട് കുറച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചീത്തയാവില്ല, ഒരു സംഭവം ആവില്ല. തേങ്ങ ചിരകിയിട്ടും നമുക്ക് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ തേങ്ങ ഓട് കഴിഞ്ഞ് പോവില്ലേ, നമ്മൾ ഉടക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടന്നിങ്ങ് പോരുന്നതിന്, അങ്ങനെയുള്ള തേങ്ങ എടുക്കുമ്പോൾ കുറച്ച് സമയം കുറേ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം എടുത്തിട്ട് ഉടക്കാൻ നോക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലിടുക. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങ നമുക്ക് വൃത്തിക്കും ഇതായിട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇത് പോയിപ്പോണ്ടൊക്കെ നമ്മളെ വീട്ടമ്മമാർക്ക് എപ്പോഴുള്ള തേങ്ങ പോയി പോകുന്നില്ല. അങ്ങനെ പോയിപ്പോണ്ടൊക്കെ ഞാൻ പറഞ്ഞ സൂത്രം ഒന്ന് ചെയ്ത് നോക്ക്. അതോടൊപ്പം തന്നെ ജോലിക്ക് പോകുന്ന എല്ലാവരും ഉണ്ടാവില്ല, ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കെല്ലാം ഏറ്റവും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ചെറിയുള്ളിയെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തൊലി കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബോട്ടിലിൻ്റെ അകത്ത് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അത് ഇറക്കാനുള്ള സമയം കൂടി വേറെന്തെങ്കിലും എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ പഞ്ചസാരേൻ്റെ അകത്ത് ഉറുമ്പ് വരുന്നതിന് നമുക്കൊരു വേറൊരു സൂത്രം കാണിക്കാം. ഉണ്ടോ, ഗ്രാമ്പു കുറച്ച് ഇങ്ങനെ പഞ്ചസാരേൻ്റെ അകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് അങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവങ്ങൾ ചെയ്ത് നോക്ക്. ടിപ്സും നുറുങ്ങുകളും നമ്മളെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.